ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ 873 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ 137 പേർ ദേശീയ പാർട്ടികളുടെ ഭാഗമായവരും 205 പേർ പ്രാദേശിക പാർട്ടികളിൽ നിന്നും 185 പേർ രജിസ്റ്റർ ചെയ്ത അംഗീകൃത പാർട്ടികളിൽ നിന്നുമാണ്. മൊത്തം 346 പേർ സ്വതന്ത്രരായും മത്സരിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥികളിൽ 43 പേർ മാത്രമാണ് വനിതാ സ്ഥാനാർത്ഥികളെന്നാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ജമ്മു കശ്മീർ ഇലക്ഷൻ വാച്ച് എന്നിവയുടെ വിശകലനങ്ങൾ കാണിക്കുന്നത്. ക്രിമിനൽ കേസുകളുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം 2014-ൽ 6%ആയിരുന്നുവെങ്കിൽ 2024-ൽ അത് 17%-ആയി ഉയർന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 872 സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങൾ ADR വിശകലനം ചെയ്തു. ബിയർവ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സർജൻ അഹമ്മദ് വാഘയുടെ സത്യവാങ്മൂലം റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമല്ലാത്തതിനാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങളും ലഭ്യമല്ല. വിശകലനം ചെയ്ത 872 സ്ഥാനാർത്ഥികളിൽ 152 സ്ഥാനാർത്ഥികൾ തങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഉള്ളതായി സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2014-ലെ ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിശകലനം ചെയ്ത 831 സ്ഥാനാർത്ഥികളിൽ 49 പേർ മാത്രമായിരുന്നു തങ്ങൾക്കെതിരായ ക്രിമിനൽ കേസിനെ കുറിച്ച് വ്യക്തമാക്കിയത്. മൊത്തം 114 സ്ഥാനാർത്ഥികൾ ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടവരാണ്. 2014-ലെ കണക്ക് 33 ആയിരുന്നു. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഗുരുതരമായ ക്രിമിനൽ കേസുകളുള്ള 9 സ്ഥാനാർത്ഥികളെയും ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും 5 വീതം സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുന്നുണ്ട്. ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിക്ക് ഗുരുതരമായ ക്രിമിനൽ കേസുകളുള്ള 3 സ്ഥാനാർത്ഥികളുണ്ട്. ബഹുജൻ സമാജ് പാർട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണുള്ളത്. 410 സ്ഥാനാർത്ഥികൾ കോടീശ്വരന്മാരാണ്. സ്ഥാനാർത്ഥികളുടെ ശരാശരി ആസ്തി 3.65 കോടി രൂപയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ജമ്മു കശ്മീരിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 18, 25, ഒക്ടോബർ 1 തീയതികളിലായി 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ആദ്യഘട്ടം കഴിഞ്ഞു. വോട്ടെണ്ണൽ 2024 ഒക്ടോബർ 8-ന് നടക്കും. അതേസമയം ആദ്യഘട്ടത്തിൽ കശ്മീരിലെ 4 തെക്കൻ ജില്ലകളടക്കം 7 ജില്ലകളിലെ 24 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്ത്. 5,66,000 യുവാക്കൾ ഉൾപ്പെടെ ഏകദേശം 2.3 ദശലക്ഷം വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. 3 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കശ്മീരിൽ നടക്കുന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണിത്. ഒരു പതിറ്റാണ്ട് മുൻപാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം 2019 ഓഗസ്റ്റ് 5-ന് ഈ മാറ്റത്തിലേക്ക് നയിച്ചു. മുൻ സംസ്ഥാനത്തെ ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു. പ്രാരംഭഘട്ടത്തിൽ പിർപഞ്ചൽ പർവ്വതനിരകൾക്ക് ചുറ്റുമുള്ള 7 ജില്ലകൾ ഉൾപ്പെടുന്നു. ഈ മേഖലകളിലേക്കുള്ള പ്രതിനിധികളെ വോട്ടർമാർ തിരഞ്ഞെടുക്കുന്നു. 24 അസംബ്ലി സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന 219 സ്ഥാനാർത്ഥികൾക്ക് യോഗ്യരായ 23 ലക്ഷത്തിലധികം വോട്ടർമാർ ഫലം നിർണ്ണയിക്കും. ജമ്മു മേഖലയിലെ 3 ജില്ലകളിലെ 8 സീറ്റുകളും കശ്മീർ താഴ്വരയിലെ 4 ജില്ലകളിലെ 16ഉം ഇതിൽ ഉൾപ്പെടുന്നു. നാളെയും ഒക്ടോബർ 1-നും വോട്ടെടുപ്പിന്റെ തുടർന്നുള്ള ഘട്ടങ്ങൾ നടക്കും. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.